സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ജനൻ ടി വിയെ പറ്റി നിങ്ങൾക്കറിയാം. ജനൻ ടി വി എന്ന് പറയുന്നത് എവിടെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഇടിച്ചു താഴ്ത്താൻ നോക്കും അവിടെ എല്ലാം അവർ ഇടിച്ചു താഴ്ത്തി ആരെങ്കിലും കൊണ്ടുവന്ന് കുറേ പൊട്ടന്മാരെ ഇരുത്തിയിട്ട് അങ്ങ് പറയിക്കുകയാണ്. ആരിഫ് ഹുസൈൻ, അവൻ്റെ പേര് മുസ്ലിം പേരാണ്. അവൻ പറയുന്നത് എക്സ് മുസ്ലിം, ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു, ഇപ്പം അല്ല. അപ്പം നിന്റെ തന്ത പണ്ട് ആരായിരുന്നു, ഇപ്പം ആരാണ്? അതും കൂടെ പറയണം. കാര്യം ഏതെങ്കിലും RSS കാരനാണ് ഇപ്പോൾ പണ്ട് മുസ്ലിം ആയിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, നിന്റെ തന്ത എക്സ് തന്തയാണ്, അതേ ഇപ്പം നിലവിലുള്ള പ്രസന്റ് തന്തയാണ്, അതും കൂടെ വ്യക്തമാക്കണം. ഒന്ന്, ആദ്യമായിട്ട് നീ മനസ്സിലാക്കാനുള്ളത്, നീ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അങ്ങനെ ആക്ഷേപിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാം നീ ഇവിടെ വന്നിരുന്ന പൊട്ടത്തരമല്ലേ ഇപ്പോൾ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതം ജൂതമതമാണെന്ന് നിനക്ക് വല്ല വിവരമുണ്ടോ? നീ എന്ത് ഡോക്ടറാണ്? നീ എന്തിനാണ് ഡോക്ടറേറ്റ് എടുത്തത്? നിനക്ക് ബുദ്ധിയില്ലാത്ത നീ ഒരു മണ്ട കഴുത ശിരോമണിയല്ലേ നീ? ലോകത്തിലെ ആദ്യത്തെ മതം എന്ന് പറയുന്നത് പുരാതന മതം ഇസ്ലാം മതമാണ്, മുസ്ലിമാണ്. ഇസ്ലാമാണ് മതം ആദ്യത്തെ. അതായത് ഈ യഹൂദന്മാരും നീ ഇപ്പൊ പറയുന്ന യഹൂദ മതമായിരുന്നാലും അവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നെന്ന് പറയുന്നത് ആദ്യത്തെ മനുഷ്യൻ ആദമാണ്, സ്ത്രീ ഹവ്വയാണ്. അതിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ യഹൂദന്മാരുടെ അടുത്ത് നീ ആർക്കിയോളജിക്കൽ വകുപ്പ് നീ അന്വേഷിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയാൽ നീ ഇതൊന്നും അന്വേഷിക്കാത്തത്? അതെന്തുകൊണ്ട് നീ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നില്ല? ഇതുപോലെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ആദ്യമായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ ആദമാണ്, ഹവ്വയാണ് സ്ത്രീ എന്ന് നീ എന്തുകൊണ്ട് പറയുന്നില്ല? അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ നീ അത് പറയില്ല. അതെന്തുകൊണ്ടാണ്? ഇവർ 3 പേരും വിശ്വസിക്കുന്നതാണ്, മുസ്ലിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നവരുമാണ്. അപ്പോ നീ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്ന പേരെങ്ങനെ ഉണ്ടായിരുന്നു നീ ആദ്യം പഠിക്കുക. നീ ചരിത്രം പഠിക്കുക. നീ വന്നിരുന്ന പൊട്ടത്തരം പറയരുത്. നീ അവിടെ വന്നിരുന്ന ചാനലിൽ നിനക്ക് മറുപടി പറയാനുള്ള വ്യക്തമായ അറിവുള്ള ആളുകളെ വിളിക്കും. ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. തെണ്ടിത്തരം പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. നീ എന്നെ വിളിക്ക്, ഞാൻ വന്നിരുന്ന് നിനക്ക് പറഞ്ഞുതരാം. ഇസ്രായേൽ എന്ന പേര് നീ ആദ്യം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുക. അതായത് നീ മനസ്സിലാക്കാനുള്ളത്, ഇബ്രാഹിം നബി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടാ നീ? കാരണം യഹൂദന നീ മതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നീ ഇബ്രാഹിം നബിയെ വിശ്വസിക്കണം. ഇബ്രാഹിം നബിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇസ്ഹാഖ് നബി, ഒന്ന് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബി മക്കയിലോട്ട് വന്നു, അവർ അറബികൾ. ഇസ്ഹാഖ് നബി പോയത് ജെറുസലേമിലാണ് പോയത്. അപ്പൊ അതിനു മുമ്പ് യഹൂദന്മാർ അവിടെ ഇല്ല. നീ അത് മനസ്സിലാക്ക്. അല്ല, ചരിത്രം നീ ഇപ്പൊ 400 വർഷത്തിന് മുമ്പ് പറയുന്നത്. ഞാൻ പറയുന്ന ചരിത്രം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 1400 വർഷങ്ങൾക്ക് മുമ്പാണ്